ഈ ഓണക്കാലത്ത് നമുക്കൊരു അക്വേറിയം കാണാൻ പോയാലോ? തിരുവനന്തപുരം മൃഗശാലയോട് ചേർന്നുള്ള ഒരു ചെറിയ അക്വേറിയം കാണാനായിട്ടാണ് ഞാനും അപ്പൂസും കൂടെ വന്നിരിക്കുന്നത്. 30 രൂപയാണ് ഇവിടുത്തെ എൻട്രി ഫീസ്. അപ്പോൾ ഒരുപാട് മത്സ്യങ്ങളെയൊന്നും നിങ്ങൾക്ക് പ്രതീക്ഷിക്കേണ്ട ഇവിടെ. പക്ഷേ ഇവിടെ ഉള്ള സംഭവങ്ങളെല്ലാം അടിപൊളി സാധനങ്ങളാണ്. ആദ്യം തന്നെ നമ്മൾ കാണുന്നത് പിരാനയാണ്. ഒരു 3-4 പിരാന ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ പേര് ഒരു കോമിക്കായിട്ടുള്ള ഒരു പേരാണ്. പാക്കു പിരാന എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ അപ്പു ഈ പിരാനയൊക്കെ പറ്റി ഒരുപാടൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ അവൻ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ അടുത്തൊക്കെ ഡൗട്ടൊക്കെ ചോദിച്ചു. എനിക്ക് ഒന്നും പറയാൻ അറിയില്ലായിരുന്നു. അതിന് ശേഷം ഞങ്ങൾ പോയത് വേറൊരു ടൈപ്പ് മീനിനെ കാണാനായിരുന്നു. 1-2 അക്വേറിയത്തിലൊക്കെ നമ്മൾ പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ഫിഷ് കാണുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ ഈ മഞ്ഞയും കറുപ്പും കൂടെയുള്ള നല്ല ഡിസൈനിലൊക്കെ ഉള്ള ഈ മീനിൻ്റെ പേര് കബൂട്ടോ കോയി എന്നായിരുന്നു കേട്ടോ. കുറച്ച് നേരം അതിനെയൊക്കെ കണ്ടുകൊണ്ടിരുന്നു. ഒരു 3-4 മീൻ അതും ഉണ്ടായിരുന്നു. അതിന് ശേഷം നമ്മൾ കണ്ടത് മിസ് കേരള എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഫിഷാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ ഇവിടെയാണ് കാണുന്നത്. നല്ല ഭംഗിയുള്ള ഒരു സുന്ദരനായിട്ടുള്ള ഒരു മീൻ. ഒന്നിലധികം മീനുകളുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അതിനുശേഷം ഒരു പൂമരം കാണുന്ന പോലത്തെ ഒരു ഫീലായിരുന്നു. പല നിറത്തിലുള്ള ഫിഷ് ഇങ്ങനെ ഒരുമിച്ച് ഒരു ടാങ്കിൻ്റെ അകത്ത് വച്ചിരിക്കുന്നത്. അത് വളരെ ഭംഗിയുള്ള ഒരു കാഴ്ചയായിരുന്നു. ആ ലൈറ്റിൻ്റെ ഇതിൽ ഈ പല കളറുള്ള മീൻ രസമായിരുന്നു. അതിനുശേഷം നമ്മൾ കണ്ടത് അരപ്പൈമ എന്ന് പറയുന്ന ഫിഷിനെയാണ്. അതും കുറച്ച് നേരം കണ്ടു. അതിനുശേഷം നമ്മൾ കാണാൻ പോയത് ഏഞ്ചൽ ഫിഷിനെയാണ്. ഡിസ്കസ് എന്ന പേരുള്ള മീനും ഏഞ്ചൽ ഫിഷും കൂടെ ഒരുമിച്ച് ഒരു ഒറ്റ ടാങ്കിലായിരുന്നു ഇട്ടിരുന്നത്. അതും പല ഡിസൈനിലുണ്ടായിരുന്നു. ഇതിൽ ഏതാണ് ഏഞ്ചൽ ഫിഷ്, ഏതാണ് ഡിസ്കസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇതിനെപ്പറ്റിയൊന്നും എനിക്ക് വലിയ നോളജൊന്നുമില്ല. പിന്നെ നമ്മൾ കണ്ടത് കാറ്റ് ഫിഷ് എന്ന് പറയുന്ന സാധനമാണ്. ഒരു പൂച്ചയുടെ ആ ഒരു നിറത്തിൽ ഉള്ള മീനാണ്. ഇതിന് എന്തുകൊണ്ട് കാറ്റ് ഫിഷ് എന്ന് പറയുന്നത് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു അതിൻ്റെ മീശയൊക്കെ ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ കണ്ടത് ലോബ്സ്റ്ററാണ്. ലോബ്സ്റ്റർ ഞാൻ തീൻമേശയിലാണ് ഒരുപാട് കണ്ടിട്ടുള്ളത്. ജീവനോടെ ഒരു ലോബ്സ്റ്ററിനെ ഞാൻ കാണുന്നത് ഇവിടുന്നാണ് കേട്ടോ. ഇതൊരു 2 സംഭവം ഉണ്ടായിരുന്നു. നല്ല ലൈറ്റിൻ്റെ ആ പ്രകാശത്തിൽ ഒരു വലിയ ഒരു ജീവി ഇങ്ങനെ നിൽക്കുന്ന പോലെയാണ് തോന്നുന്നത്. പിന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമായിരുന്നു ഈ തൂവൽ മത്സ്യം എന്ന് പറയുന്ന സംഭവം. ഇത് അസലൊരു ഒരു കറുത്ത തൂവൽ വെള്ളത്തിൽ കിടക്കുന്ന പോലെ ഇങ്ങനെ ഒരു ഫിഷിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. ചിലപ്പം ഈ ഒരു ഫിഷിനെയൊക്കെ വളർത്തുന്ന ആ ഒരു ഹോബി ഉള്ളവർക്ക് ഇത് എളുപ്പം മനസ്സിലാവും ഈ സംഭവങ്ങളെല്ലാം. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ ഞാൻ കണ്ടത് ഈ പരസ്പരം ഉമ്മ വെച്ച് കളിക്കുന്ന മീനുകളെയാണ്. ഇത് നമ്മുടെ ഗോൾഡ് ഫിഷ്. എനിക്കെല്ലാം ഈ ഓറഞ്ച് കളറിലുള്ള മീനെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡ് ഫിഷാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ പേര് പാരറ്റ് ഫിഷായിരുന്നു. ഈ പാരറ്റ് ഫിഷും കുറച്ച് നേരം ഉമ്മ വെച്ച് കളിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഓണം വെക്കേഷനിൽ കുട്ടികളെയും കൊണ്ട് എവിടെ വരണമെന്ന് ആലോചിക്കുന്നവർക്ക് ഇവിടെ വരാവുന്നതാണ്.